ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അന്നയും തൻ്റെ 3 കുഞ്ഞുങ്ങളും ഇന്ന് നിരാലംബരാണ്. കാരണം യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയത്. പോകുമ്പോൾ $25 മാത്രമാണ് അയാൾ അന്നയെ ഏൽപ്പിച്ചത്. ഈ അവസ്ഥയിൽ അവൾക്ക് ഒരു ജോലി ലഭിച്ചു. ആ സമയം മുതൽ അവൾ ദൈവത്തിന് കൃത്യമായ ദശാംശം കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ അവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ജോലി സ്ഥാപനത്തിൽ നിന്ന് എല്ലാ സഹായങ്ങളും ലഭിച്ചുകൊണ്ടേയിരുന്നു. തുടർന്നുള്ള നാളുകളിൽ സമൃദ്ധിയോടെയാണ് അവൾ മുന്നോട്ട് പോയത്. പ്രതീക്ഷിക്കാത്ത വേളയിൽ ആശ്രയം നഷ്ടപ്പെട്ടു പോയാൽ നാം തകർന്നു പോകും. പലപ്പോഴും നമുക്ക് ലഭിച്ച താങ്ങുകളൊക്കെ അങ്ങനെ മാറിമറിഞ്ഞു പോകാറുണ്ട്. ലാഭമായി നടന്നുകൊണ്ടിരുന്ന സ്ഥാപനം പെട്ടെന്ന് നഷ്ടമായി പരിണമിക്കാം. ആശ്രയമായിരുന്ന ജോലി നഷ്ടമാകാം. സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തി പ്രതികൂലമാകാം. അപ്പോഴെല്ലാം നമ്മുടെ ആശ്രയം കർത്താവിൽ തന്നെയാകണം. വിശ്വസ്തയോടെ അവനെ അനുഗമിക്കണം. അപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങും. മുൻകാലത്തേക്കാൾ ശ്രേഷ്ഠമായി അവൻ നമ്മെ വഴി നടത്തും. ഇതുപോലെ മറ്റൊരു സ്ത്രീയെ കർത്താവ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവൾ ഒരു ദരിദ്രയായിരുന്നു, വിധവയും. സാഹചര്യങ്ങളെ ഓർത്ത് അവളുടെ ഹൃദയം തേങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴും അവൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും വിട്ടുകൊടുക്കുവാനും അവൾക്ക് മടിയുണ്ടായിരുന്നില്ല. അവളുടെ ഉപജീവനം മുഴുവൻ ശ്രീഭണ്ഡാരത്തിലിട്ടു. അതുമൂലം തിരുവചനം അവളെ അമൂല്യ സ്വഭാവമുള്ള സ്ത്രീയായി വിശേഷിപ്പിച്ചു. സകല രക്ഷാമാർഗങ്ങളും നമുക്ക് മുൻപിൽ അടയുമ്പോഴും ദൈവത്തോട് വിശ്വസ്തത പാലിക്കുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ പ്രശംസിക്കും. ഇരട്ടി അനുഗ്രഹങ്ങളുടെ ഉടമകളായി നിങ്ങൾ മാറും. ഉള്ളതിൽ ചിലത് കൊടുക്കുന്നതിനേക്കാൾ മഹത്വകരമായ ശുശ്രൂഷയാണ് ഉള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുക്കുന്നത്. യേശയ്യാവ് 58:11. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നേരുറവ് പോലെയും ആകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.